കേരളത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ നിലമ്പൂരും അത് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊരു ഈ അൻവർ രാജിവെച്ച് ഉടനെ തന്നെ UDF അവിടെ പ്രവർത്തനം ആരംഭിച്ചു. UDFന്റെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും കറക്റ്റാണ്, എല്ലാ മണ്ഡലം കമ്മിറ്റികളും കറക്റ്റായി പ്രവർത്തിക്കും, നിയോജക മണ്ഡലം കമ്മിറ്റി നന്നായി പ്രവർത്തിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന വളരെ ഉണർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ കോൺഗ്രസ് ജയിക്കൂ, UDF ജയിക്കൂ. അതില്ലാതെ വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. പിന്നെ ഈ അൻവർ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ UDFന് വളരെ അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവാൻ പോകും. അതിന് എൻ്റെ വ്യൂ. അപ്പോൾ അതിന് കാരണം അൻവർ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അൻവറിന്റെ വോട്ട് കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് മാത്രമല്ല അൻവർ പിടിക്കുക. ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, LDFന്റെ വോട്ടും അൻവർ പിടിക്കും. അൻവർ രണ്ടു കൂട്ടരുടെ വോട്ട് പിടിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതേവരെ കാണിക്കാത്ത ഒരു വലിയ മുന്നേറ്റം പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഒരു സാധ്യത നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 81,000 വോട്ടാണ് ഇടതുപക്ഷത്തിനോട് കിട്ടിയിട്ടുള്ളത്, UDFന് 78,000 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേരിൽ അൻവർ ഒരു 9 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ ആയതുകൊണ്ട് അൻവർ ഭൂരിഭാഗം പിടിക്കാൻ പോകുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടുകളായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ UDFന്റെ വോട്ടിൽ കാര്യമായിട്ട് ചോർച്ച വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും UDF ജയിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അല്ല ഒരു കാര്യമുണ്ട്, ഈ ആര്യടൻ ഷൗക്കത്തിന് അന്ന് പെട്ടെന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റത് അച്ഛൻ MLA ആയി, പിന്നെ മകൻ വീണ്ടും MLA ആവുന്നു. അപ്പം സ്വാഭാവികമായി പിന്നെ പണത്തിന്റെ ഒരു ഇങ്ങോരെ കുറിച്ച് അൻവറിനെ കുറിച്ച് അയാൾ MLA ആയ ഈ രാജ്യത്ത് നിയോജകമണ്ഡലത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, വലിയ ഒരു ഗുണമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത ആളുകളുണ്ട് 2 തെരഞ്ഞെടുപ്പ്. പക്ഷെ 9 വർഷം പുള്ളി MLA ആയിട്ട് അയാൾക്ക് അങ്ങോട്ട് ചെയ്യാവുന്ന മാക്സിമം ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ആന്റി വോട്ട് അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇയാൾക്ക് 10 വർഷം കൊടുത്തിട്ട് ഇയാള് ഈ രാജ്യത്തെ പിണറായിസത്തിനെതിരായി ഞങ്ങൾ മുന്നോട്ട് വരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്, ഇവിടെ പിണറായിനെ ഒതുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞ് MLA സ്ഥാനം രാജിവെച്ചിട്ട് ഇപ്പൊ പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമല്ലേ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അൻവറിന്റെ എല്ലാ ഗ്ലാമറും സംസ്ഥാന വ്യാപകമായും പോയി. നിലമ്പൂര് ഏറ്റവും മൈനസാണ്. പുള്ളിയുടെ പ്രവർത്തിക്കുന്ന രംഗങ്ങളിലൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൺവെൻഷൻ പോലും നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ പുള്ളിയുടെ സംസാരം, ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ രഹസ്യമായിട്ട് ബാഹ്യമായിട്ട് ഇല്ലാതെ ആന്തരികമായ ഒരു ശക്തി അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അത് നല്ല ശക്തിയാവാം, പൊട്ടശക്തിയാവാം. കാരണം ആ ശക്തിയുടെ പിൻബലത്തിലാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഓരോ എന്താ കാരണം അറിയാം, അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തിക്ക് കേരളത്തെ കൺട്രോൾ ചെയ്യുന്നെന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അൻവറിനെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അൻവർ ഓരോ ദിവസവും നീക്കം നോക്കി കഴിഞ്ഞാൽ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഈ ശക്തിയുടെ പിന്തുണയാണ്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ അത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം അൻവർ ഒരു പോയിന്റ് പറഞ്ഞു, അതായത് എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം അല്ലെങ്കിൽ വനം വകുപ്പ്, അതൊക്കെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വോട്ട് പിടിക്കുമ്പോൾ എന്റെ പിന്നിലുള്ള ശക്തി ഇത്രയും പ്രബലമാണ്, അതിനെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു സന്ദേശം കേരളത്തിന് നൽകാനാണ് അൻവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ അൻവറിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അൻവറിന് വലിയ അപകടമാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. അദ്ദേഹം ഒരു മാസം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മാസം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് വിലയിരുത്തുക അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെയൊക്കെ അൻവറിനെ സപ്പോർട്ട് ചെയ്ത പല ആളുകളും, ഞാൻ ഇപ്പൊ അവിടുത്തെ ആളുകളല്ല, ഞാൻ അവിടേക്ക് പോകുന്നേ ഉള്ളൂ, ഇപ്പൊ പല ആളുകളും അൻവറിന്റെ മനസ്സിന് അൻവർ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കയറിയിരുന്നു. കാരണം അങ്ങവരുടെ ചില പ്രസ്താവനകളും മുന്നേറ്റം അതിൽ ആകർഷിച്ച ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അവസാനം പറയുന്നത്, എനിക്ക് ഇവരെയൊക്കെ ഒതുക്കാൻ ആഭ്യന്തരമന്ത്രി, അതായത് ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ ഒറ്റയ്ക്ക് മത്സരിച്ച് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ വനവകുപ്പൊക്കെ കിട്ടണമെന്ന് പറയുന്ന അങ്ങനെ വന്നപ്പോ ഒരു അധികാര കൊതിയൻ എന്ന രീതിയിലേക്ക് ആള് തരം താണു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
പുള്ളിയുടെ സാധാരണ ജനങ്ങള് എന്നല്ല, ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ. നമ്മളെ കേരളത്തിലെ ഇപ്പൊ നമ്മൾ 100 ആളുകൾ ഒരു 80% വോട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ 60% ഫിക്സഡ് ആയിട്ട് ഒരു പ്രത്യേക തലത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അത് വിട്ട് അപ്പൊ അതുകൊണ്ട് അൻവറിന്റെ പിന്നിലുള്ള ഒരു ഘടകമുണ്ടെന്ന്. ആ ഘടകം കേരളത്തിൽ എന്താ പറയാ ബാഹ്യമായി കാണുന്നില്ലെങ്കിലും അവര് കേരളത്തിന്റെ ഉള്ളിൽ പ്രബലരാണ്. ആ പ്രബലരായ ഒരു സഖ്യം അൻവറിന്റെ പിന്നിലുണ്ട്. കാരണം അറിയാം, സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ പല നമ്മള് ഇതിന്റെ അടിയിലുള്ള കമന്റ്സുകൾ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ശക്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ആ ഒരു ബലം അൻവറിന്റെ ഉള്ളിലുണ്ട്. ആ ബലത്തിലാണ് അൻവർ നിൽക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ എന്തോ ദോഷമുള്ളത് ജോൺസൺ പറഞ്ഞ ഈ വാചകം ഉണ്ടല്ലോ, വളരെ പ്രസക്തമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ അൻവറിന് ഈ ഗ്ലാമറും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പുള്ളി പിണറായിസത്തിനെതിരായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കും എന്ന് വരെ പറഞ്ഞ് നടന്നപ്പോ ജനങ്ങളുടെ മനസ്സിൽ ഹീറോ വന്നിരുന്നു. പക്ഷെ ആ ഹീറോ രീതിയിൽ പുള്ളിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് വന്ന പ്രസ്താവനകളും മുന്നേറ്റങ്ങളും ഭയങ്കരമായ ദോഷം ചെയ്തു എന്നാണ് അഭിപ്രായം. ഇനി ആളുകൾക്ക് പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങോട്ട് UDF വരികയും UDF ഒരു പ്രധാനിയായി UDF കൂടെ നിന്ന് കേരളത്തിൽ ഭരണം പിടിക്കുകയും ഈ പിണറായി ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാ രീതിയിലും അടിസ്ഥാനപരമായി സാമൂഹ്യ രംഗത്തും സമൂഹത്തിന് ഉപകാരപ്രദമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അൻവറിന് കഴിയും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഇന്നത്തെ സംഭവം വെച്ച് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തില് ഒരു സീറ്റും ഇല്ല, അസംബ്ലി സീറ്റില്ല. അൻവറിനെ പോലെ ന്യൂനപക്ഷത്തിനോട് ഇത്തിരി താല്പര്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും അങ്ങൊരിക്കൽ കേരളത്തില് സ്വന്തമായി ഇപ്പോ നിലമ്പൂർ എടുത്ത സ്റ്റാൻഡില് കേരളത്തിൽ മത്സരിച്ചാണെങ്കിൽ കെട്ടിവെച്ച കാശ് കിട്ടുന്നത് ഒരു പ്രതീക്ഷയില്ലല്ലോ. അങ്ങനത്തെ ഒരാളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യപ്പോ നിലമ്പൂര് 2 ആളെയാണ്, ഒന്ന് LDF അല്ലെങ്കിൽ UDF. പിന്നെ അതിൻ്റെ ഇടയിൽ BJPക്ക് പോലും പ്രസക്തിയില്ല. അങ്ങനെ ദേശീയ രംഗത്ത് ഏറ്റവും പ്രസക്തമായി നിന്ന് നിലനിൽക്കുന്ന BJP എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് പോലും രക്ഷയില്ലാത്തൊരു സമയത്ത് കേരളത്തിൽ ഒരു ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്ക് അൻവർ ജയിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വലിയ പിന്തുണ കിട്ടിയാണ്. അൻവർ പറയുന്ന ആളുകൾക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു വൻ ഭൂരിപക്ഷം അവിടെ കിട്ടിയത്. പക്ഷെ ഇപ്പോ അൻവർ മത്സരിച്ചതോടുകൂടി എനിക്ക് തോന്നുന്നു മങ്ങലേറ്റിട്ടുണ്ട് എന്നാണ്. അപ്പൊ തൽക്കാലം നമുക്ക് നിലമ്പൂര് ഇലക്ഷൻ അല്ല ജോൺസന്റെ ഈ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു ആശയം പറഞ്ഞു. പൂർണ്ണമായി എന്താണ് നിലമ്പൂർ സംഭവിക്കാൻ നിങ്ങൾ പല രീതിയിലും വിദഗ്ധമായ അഭിപ്രായം പറയുന്ന നല്ല കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പലപ്പോഴും ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ ഒരു നിഷ്പക്ഷമായ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഓരോ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഓരോ പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടികൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണ് റിസൾട്ട് വന്നത്. അതിന് മുൻപുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആത്യന്തികമായി എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? എന്തായാലും ഈ അൻവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം വോട്ട് പിടിക്കുന്ന ഉറപ്പ്. ആ വോട്ട് UDF പോണേക്കാൾ അധികം LDF പോവാ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സാധ്യത കൊണ്ട് UDF സാധ്യത കൂടുതൽ. ഇപ്പോ ഇനി നമുക്ക് ഒരു 7-8 ദിവസമുണ്ട്. ഇനി പോളിംഗ് ശതമാനം വളരെ നിർണായക. എന്താ കാണിച്ചാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില്ലേ, അതിന് 1,60,000 റേഞ്ചാണ് നിന്നുള്ളത്. നിയമസഭാ ഇലക്ഷനിൽ 1,80,000 റേഞ്ചാണ്. അപ്പോ UDF വോട്ടുകൾ മുഴുവൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പോൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരാനുള്ള വോട്ട് മുഴുവൻ LDF വോട്ടാണ്. അപ്പോ പോളിംഗ് ശതമാനം എത്ര കയറി വരും എന്നുള്ളൊരു പോയിന്റില് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെ വിട്ടിട്ട് എത്ര പോളിംഗ് ശതമാനത്തിൽ മാറ്റം വരും നോക്കണം. പിന്നീട് അപ്പൊ നമ്മള് അൻവർ കഴിഞ്ഞ ഈ ലോക്സഭാ ഇലക്ഷനിൽ UDF ഒപ്പം ആയിരുന്നു അൻവർ. അപ്പോ അൻവറിന് പിടിക്കാവുന്ന വോട്ടുകൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഒന്ന് കാണുന്നു. എന്നിട്ട് ഈ പോളിംഗ് ശതമാനം കൂടി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുള്ളൂ. കാരണം ആളുകൾ വോട്ട് ചെയ്യാതെ നമ്മള്
ഇത്ര വോട്ടിന് ജയിക്കുന്നു പറയാൻ പറ്റില്ല. അതായത് ഒരു നമുക്ക് പൂർണ്ണമായി ഇപ്പൊ ഒരു ചിത്രമല്ല. പക്ഷെ മറ്റേ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ UDF ജയിക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുതിയ DC പ്രസിഡന്റ് വന്നിട്ടും ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ DCC കട്ട് ചെയ്തിട്ട് ഒന്ന് പിടിച്ചാൽ